ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ സർവ്വമായനെ പറ്റിയാണ്. സിനിമ ഈ മാസം ഡിസംബർ 25 തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണ്. സിനിമയുടെ സെക്കൻഡ് സിംഗിളായിട്ടുള്ള വെള്ളരത്താരം എന്നൊരു സോങ് ഇന്ന് റിലീസ് ചെയ്യുകയാണ്. ഷെയ്ൻ നിഗം നായകനായ സിനിമയാണല്ലോ ബാൾട്ടി. അത്യാവശ്യം ഹിറ്റായ ഒരു സിനിമയാണ്. സിനിമ അങ്ങനെ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ റൈറ്റ്സ് ആമസോൺ പ്രൈമാണ്, പക്ഷേ റിലീസ് ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദൃശ്യം 3നെ പറ്റിയാണ്. സിനിമയുടെ ദൃശ്യം 3 ഹിന്ദി പതിപ്പിൻ്റെ റിലീസ് ഡേറ്റ് അവർ പ്രഖ്യാപിച്ചു. അടുത്ത വർഷം ഒക്ടോബർ 2 അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ളൂ. അവർ ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ജിത്തു ജോസഫ് പറഞ്ഞത് ഹിന്ദി പതിപ്പ് ഇറങ്ങുന്നതിന് 2 മാസം മുന്നാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡേറ്റ് പറയുമ്പോൾ ഓഗസ്റ്റ് 2 ദൃശ്യം 1 പറയണ പോലെ ഓഗസ്റ്റ് 2 റിലീസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു മാസം മുന്നേ സെപ്റ്റംബറിലായാലും റിലീസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ദൃശ്യം 3 മുന്നേ തന്നെ ആയിരിക്കും, പക്ഷേ റിലീസിന് വേണ്ടി ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വാഴ എന്ന സിനിമയും ഇനി വരാൻ പോണ വാഴ 2 യൂട്യൂബേഴ്സ് ആണല്ലോ. അപ്പം ഇപ്പോൾ അടുത്തൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, മഹാരാജ ഹോസ്റ്റൽ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഇതിലും ഒട്ടനവധി യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മുടെ അഖിൽ നാർഡി, അതുപോലെ ഒട്ടനവധി താരങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ലുക്ക് തന്നെ. അമൽ നീരദിൻ്റെ അടുത്തൊരു പടത്തിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അമൽ നീരദ് ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നസ്ലിൻ്റെ ഒപ്പമാണ്. അതിൻ്റെ ഷൂട്ടിംഗ് ഈ വരുന്ന 2026 ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ നസ്ലിനെ കൂടാതെ മറ്റ് സൗബിനും ഷൈൻ ടോം ചാക്കോ ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ വീഡിയോയിൽ ലാസ്റ്റ് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധനുഷ് നായകനായ തേരാ ഇഷ്ക് മെയിൻ എന്ന സിനിമ അടുത്ത വർഷം ജാനുവരി 23 നെറ്റ്ഫ്ലിക്സിലൂടെ 3 ഭാഷയിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.